പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കെ സുധാകരൻ്റെ പത്രസമ്മേളനമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു കോൺഗ്രസിൽ. അപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്നലെ വരേണ്ടതായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇന്നലെ വന്നില്ല. ഇന്നും ഇപ്പോഴും അതിനുള്ള സാധ്യതാ ലിസ്റ്റിനെ കുറിച്ച് ചർച്ചകൾ ഡൽഹിയിൽ നടക്കുക. അപ്പോൾ ഇന്നലെ സീറ്റ് കിട്ടത്തില്ലെന്നറിഞ്ഞ് ഹൈക്കമാൻഡ് അവസാനമായി പറഞ്ഞു സീറ്റില്ല, എംപിമാർക്കാർക്കും നിലവിലെ എംപിമാർക്കാർക്കും സീറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കെ സുധാകരൻ പത്രസമ്മേളനം നടത്തി പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു പുറത്തു വന്ന വാർത്തകളൊക്കെ. അത് അവസാനം ഇപ്പോൾ ഹൈക്കമാൻഡ് അത് ഒതുക്കി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പത്രസമ്മേളനം ഒഴിവാക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതെ, ഇന്ന് വാസ്തവത്തിൽ രണ്ട് മുന്നണികളിലായിട്ട് രണ്ട് സുധാകരന്മാരാണ് ഇപ്പോഴത്തെ വാർത്താകേന്ദ്രം. അതിൽ ജി സുധാകരൻ വലതുപക്ഷത്തെ കെ സുധാകരൻ ഇന്നത്തെ പത്രസമ്മേളനം ഒഴിവായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പായി എന്നുള്ളതാണ്. തീർച്ചയായും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി തരണം ചെയ്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ പോലൊരു ഒരാൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്താൽ അത് കോൺഗ്രസിന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ വലിയ ക്ഷീണം ഉണ്ടാകുമായിരുന്നു. ആ രീതിയിൽ കോൺഗ്രസിന് അതൊരു നേട്ടമാണ് എന്ന് പറയാം. രണ്ട് സുധാകരന്മാരാണ് രണ്ട് മുന്നണികളിലെ വാർത്താ പ്രാധാന്യം. നിലവിൽ എം പി ആണ് കെ സുധാകരൻ. അദ്ദേഹം ഈ എം പി സ്ഥാനം രാജിവെക്കാതെയാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അതിന് എങ്ങനെയാണ് ജനത്തിനിടയിൽ എങ്ങനെ അതിനെ സ്വാധീനിക്കും? ശരിയാണ്. വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ സുധാകരനോട് അടുത്ത് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒട്ടും സ്വീകാര്യം ഒരു കാര്യമല്ല. കാരണം അവർ ജയിപ്പിച്ചു വിട്ടവർ എം പി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പാർലമെൻറ്റിലെത്തിയ എം പി. കോൺഗ്രസ് നമുക്കറിയാം, പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഒരു എം പി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു തന്നെ. കാരണം വളരെ കുറച്ച് എം പിമാരെ കോൺഗ്രസിനുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് തൻ്റെ എം പി സ്ഥാനം വേണ്ടെന്ന് വെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ വളരെ വിമർശനാത്മകമായ ഒരു തീരുമാനം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അതിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രസക്തമായ ചോദ്യം. അത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാരണമാണ്. ഈ വളരെ വിജയസാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് സീറ്റ് കൊടുക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് കോൺഗ്രസ്സിന് തീരുമാനം വന്നിരിക്കുന്നു. രണ്ടാമത് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരമാവധി ശ്രമിച്ചു എന്നുള്ളത് വരുത്തി തീർക്കുക. അതായത് നേരത്തെ തന്നെ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് കോൺഗ്രസിന് കൂടുതൽ ക്ഷീണം ചെയ്യുമായിരുന്നു. അവർ അവസാനം വരെ സുധാകരനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, സുധാകരനെ പോലെ വീണ്ടും മത്സരിക്കാനായിട്ട് പാർലമെൻറ്റ് എം പി സ്ഥാനം വേണ്ടാതെ വെച്ച് അസംബ്ലിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന വേറെ ആളുകളും ഉണ്ട്. ഇവരെല്ലാം കൂടി അസംബ്ലി വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ഇവരൊക്കെ MLA ആയിട്ട് വന്നാൽ ഇവരെല്ലാം മന്ത്രിമാരായി കഴിഞ്ഞാൽ വേറെ ആർക്കും മന്ത്രിസ്ഥാനം കിട്ടും. രണ്ടാമത്തെ സംഗതി, ഈ പകരം ആൾക്കാരെ മത്സരിപ്പിച്ചാൽ വീണ്ടും ജയിക്കുമെന്ന് എന്താ ഉറപ്പ്? അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസ് ഹൈക്കമാൻഡ് രണ്ട് തരത്തിൽ തരണം ചെയ്തു. ഒന്ന്, മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സുധാകരനെ അവസാന നിമിഷത്തിൽ കോൺഗ്രസ് നിവൃത്തിയില്ലാതെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ആ രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. മുട്ടുകുത്തി എന്ന് പറയാം. പക്ഷേ ചില കാര്യങ്ങളിൽ ടു കോൺഗർ എന്ന് പറയുന്നത് പോലെ മുട്ടുകുത്തിക്കൊണ്ടൊരു വിജയം നേടുകയാണ് ചെയ്തത്. കാരണം ഇത് ഇങ്ങനെ ചിന്തിക്കുക, സുധാകരൻ വാശിയോടെ ഞാൻ പുറത്തു പോകും, ഞാൻ കോൺഗ്രസിനെ തോൽപ്പിക്കും എന്നുള്ള നിലപാടെടുത്ത് സുധാകരൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കി 10 സ്ഥലത്ത് ആളെ നിർത്തിയാൽ സുധാകരനൊന്നും ആവില്ല കേരള രാഷ്ട്രീയത്തിൽ. പക്ഷേ കോൺഗ്രസിന് അത് വലിയ ക്ഷീണം ചെയ്യും. അവസാനം ഈ സുധാകരൻ്റെ ഇടപെടൽ മൂലം നഷ്ടപ്പെടുന്ന 3, 4, 5 സീറ്റിൻ്റെ പേരിലാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഇതിനെ വിമർശിക്കുന്ന അതേ ആളുകൾ തന്നെ നാളെ പറയും, കണ്ടോ അന്ന് സുധാകരൻ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസിന് ഗതികേട് വരില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ അവസാന നിമിഷത്തിൽ വേണ്ടി വരും. നമ്മൾ വേറൊന്നും കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 2011 ഇവിടെ എന്താ സംഭവിച്ചത്? 2011 വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാളെ മത്സരിപ്പിക്കില്ല എന്ന് CPM തീരുമാനിച്ചു. പാർട്ടിയുടെ ഏറ്റവും സുപ്രധാന ഘടകമായ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും വരെ തീരുമാനമെടുത്തു. അതിനുശേഷം അവർക്ക് എന്തുകൊണ്ട് മാറ്റേണ്ടി വന്നു?
കാരണം അന്ന് വി എസ് അച്യുതാനന്ദൻ മാറിയാൽ അത് CPM-ന്റെ വിജയസാധ്യതയെ ഇല്ലാതാക്കുമെന്ന്, ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി. കാരണം CPM പോലത്തെ കേഡർ പാർട്ടിക്ക് അത് വേണ്ടി വന്നെങ്കിൽ കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു തീരുമാനം ഒരു വലിയൊരു ഒരു ഒരു കീഴടങ്ങലോ അല്ല തകർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുപോലെ എല്ലാ MP-മാരും ഇതുപോലെ സമ്മർദ്ദത്തിലാക്കിയാൽ, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാൽ എവിടെ ചെന്ന് നിൽക്കും പാർട്ടി? വളരെ നല്ല ചോദ്യമാണ്. പക്ഷേ എല്ലാ MP-മാരുടെ സമ്മർദ്ദത്തെ നേരിടാൻ വേണ്ടി ബുദ്ധിപൂർവ്വമായിട്ട് അവസാനം വരെ ഹൈക്കമാൻഡ് അതിനെ തടഞ്ഞു നിർത്തിയല്ലോ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ണൂർ ജയിക്കാനായിട്ട്, അല്ലെങ്കിൽ പല പാർലമെന്റ് സീറ്റുകളും ജയിക്കാൻ വേണ്ടി കരുത്തരായ നേതാക്കളെ ഫീൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഒന്നുകൊണ്ട് പേരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അസംബ്ലി അവർക്കൊന്നും പാർലമെന്റിലേക്ക് പോകാൻ താല്പര്യമില്ല, അവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരാണ്. സുധാകരനും നമ്മുടെ അടൂർ പ്രകാശുമൊക്കെ അങ്ങനെയുള്ളവരാണ്. അവരോടൊക്കെ പറഞ്ഞിരുന്നിരിക്കണം ഹൈക്കമാൻഡ്, നിങ്ങൾ ഇത്തവണ മത്സരിക്കുക, നിയമസഭ വരുമ്പോൾ നിങ്ങൾക്ക് ആ നിയമസഭയിലേക്ക് മത്സരിക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ ആവശ്യം 271 സീറ്റ് നേടി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരിക എന്നുള്ളതാണെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് നിർത്തിയപ്പോൾ സുധാകരനെ സംബന്ധിച്ച് ആ വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഹൈക്കമാൻഡ് അനുസരിക്കേണ്ടി വന്നു. ആ നിലയിലും ഇത് ഹൈക്കമാൻഡിൻ്റെ ഒരു വാക്ക് പാലിക്കുന്നുള്ള നിലയിലും അതിനെ നമുക്ക് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഒരുപക്ഷെ സുധാകരൻ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സുധാകരൻ സുധാകരൻ വിജയിച്ചു, നിയമസഭയിലേക്ക് വിജയിച്ചു, UDF-ന് ഭരണം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മൂന്നാമതൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി ഉണ്ടാവുകയല്ലേ സുധാകരൻ? വളരെ വളരെ ശരിയാണത്. കാരണം ഇവിടെ മത്സരത്തിന് ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകാനായിട്ട് പലരും കച്ചകെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെക്കാളിലൊക്കെ സീനിയറായിട്ടുള്ള സുധാകരൻ കൂടി ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സുധാകരന് ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നതിന് അങ്ങനെ നേരിടാമെന്ന് ഹൈക്കമാൻഡ് കരുതി കാണും. എന്തായാലും ഈ പറഞ്ഞ കാര്യം സത്യമാണ്. വീണ്ടും ഒരാളെ കൂടി ഈ മുഖ്യമന്ത്രി മത്സരത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അവസാനം ഹൈക്കമാൻഡ് അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം അന്തിമമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ പ്രതിസന്ധി എന്തായാലും ഇവിടെ ഉണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും ഒരു പ്രതിസന്ധി തന്നെയാണ്. പ്രതിസന്ധിയായിരുന്നു കാലാകാലങ്ങളിൽ. BJP-യിലേക്ക് പോകും, എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ BJP-യിലേക്ക് പോകും, എന്നെ KPC പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ BJP-യിലേക്ക് പോകും എന്നൊക്കെ വെല്ലുവിളിച്ചു പാർട്ടിയെ എന്നും എക്കാലത്തും സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരാളാണ് സുധാകരൻ. ശരിയാണ്. സുധാകരൻ എന്നും പാർട്ടിയെ സമ്മർദ്ദത്തിൽ നിർത്തിയിട്ടുണ്ട്. സുധാകരനെ പോലെ ഒരു മലബാർ കോൺഗ്രസ് എന്ന് പറയുന്ന സുധാകരൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ സുധാകരൻ്റെ സമ്മർദ്ദം സുധാകരൻ വളരെ വിജയപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയി പലതും നേടിയെടുത്തു. പക്ഷേ തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സുധാകരൻ BJP-യിലേക്ക് പോയാലുണ്ടാകുന്നൊരവസ്ഥ കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കാൻ അത് വഴിയൊരുക്കുകയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അതൊന്നും ഒരു ചുക്ക് സംഭവിക്കില്ലെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള മറ്റ് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. ഇവിടെ എന്തായാലും സുധാകരനെ പോലെ ഇത്രയും ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധമുള്ള ഒരാൾ BJP-യിലേക്ക് പോയാൽ BJP-ക്ക് അതൊരു വലിയ നേട്ടമാണ്. സുധാകരൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമെന്നുള്ളതല്ല, ജയിക്കത്തില്ലായിരിക്കാം, പക്ഷേ BJP-യുടെ ശക്തി വർദ്ധിക്കും. അപ്പം BJP-യുടെ ശക്തി വർദ്ധിക്കാൻ വേണ്ടി കോൺഗ്രസ് നിന്നു കൊടുക്കണോ എന്നുള്ള ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. സുധാകരനോടൊപ്പം ഉണ്ടായിരുന്ന നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു മമ്പ്രം ദിവാകരനുണ്ടോ കണ്ണൂരിൽ? DCC സെക്രട്ടറി ഒക്കെ ആയിരുന്നു മമ്പ്രം ദിവാകരൻ. അവിടുത്തെ വലിയൊരു സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, സുധാകരൻ മത്സരിച്ചാൽ സുധാകരനെതിരെ മമ്പ്രം മത്സരിക്കുമെന്ന്. പല കാര്യങ്ങളും സുധാകരന്റെ പല കാര്യങ്ങളും ജനം അറിയാത്ത, സമൂഹം അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അല്ല, മത്സരിക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിന് പ്രസക്തിയില്ല. പിന്നെ സുധാകരനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല. ആരെന്ത് വെളിപ്പെടുത്തിയാൽ സുധാകരൻ എന്തായാലും സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുന്നതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ഒരു കാലത്ത് ഭാരതയക്ഷി എന്നും പറഞ്ഞ് ഈ സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി ഭാരതയക്ഷി എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനം മൊത്തം ഓടി നടന്ന് പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് സുധാകരൻ. സുധാകരൻ പഴയ ജനതാ പാർട്ടിക്കാരനാണ്, ജനതയിലൂടെയാണ് സുധാകരൻ കോൺഗ്രസിലേക്ക് വരുന്നത്. ആ സുധാകരനാണ് ഇന്ന് പാർട്ടിയെ മുൾമുനയിൽ നിർത്തി കാര്യം നേടാൻ ശ്രമിക്കുന്നത്. ശരിയാണ്. പക്ഷെ എന്തായാലും സുധാകരൻ ഒരു കരുത്തനായ നേതാവാണ് എന്നുള്ളത് സത്യമായിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ കാണേണ്ടത് ഹൈക്കമാൻഡ് സുധാകരൻ ഒരു വാക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്.
സുധാകരന് ഹൈക്കമാൻഡ് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഹൈക്കമാൻഡ് ബാധ്യസ്ഥമാണ്. അതിനകത്ത് പിന്നെ വേറെ ന്യായം അന്യായം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ കരുതുന്നത് കോൺഗ്രസ്സിലെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ഭരണമാറ്റത്തിന് തടസ്സമായി വരുന്ന ഒന്നും ഉണ്ടാവരുത് എന്ന് ജനം ആഗ്രഹിക്കുന്നതുകൊണ്ട് സുധാകരന് ഇത്തരത്തിൽ പാർലമെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും ഇവിടെ ജയിപ്പിച്ച് മന്ത്രിയാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പദവി കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധമില്ല. ജനങ്ങളുടെ ആവശ്യം എന്തുവാ? ഇപ്പോഴത്തെ ഭരണം മാറണം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണം മാറണം എന്നുള്ള ഒരു അജണ്ടയിലാണ് കോൺഗ്രസ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു അജണ്ടയാണ് കേരളത്തിലെ ജനങ്ങളുടേതെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്നാണ് ഞാൻ കരുതുന്നത്.